ഞാൻ ഡോക്ടർ നിമിഷ, കുട്ടികളുടെ ഡോക്ടറാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു പ്രത്യേകതരം വാക്സിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. +1 +2 വിദ്യാർത്ഥിനികൾ അത് എടുക്കുന്നത് വഴി സർവൈക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് HPV വാക്സിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ HPV എന്ന് പറയുന്നത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് HPVയുടെ ഫുൾ ഫോം. അപ്പൊ ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്? സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക വഴി ഒരു 10-15 വർഷത്തിന് ശേഷമാണ് അവർക്ക് ക്യാൻസർ ആയിട്ട് അത് രൂപാന്തരം പ്രാപിക്കുന്നത്. മെയിൻലി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് സെർവിക്സിലും അതുപോലെ തന്നെ ഓറൽ ക്യാവിറ്റിയിൽ, ആനൽ ഏരിയ, ഫാരിങ്സ്, പെനിസ്, അതുപോലെ തന്നെ വാർഡ്സും ഉണ്ടാക്കുന്നുണ്ട് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇത് എന്തിനാണ് നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കേണ്ടത്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഇൻഫെക്ഷനെ കുറിച്ച് പലർക്കും അവയർനെസ് വളരെ കുറവാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാലും അത് എസിംറ്റമാറ്റിക് ആയിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. ഒരു പ്രത്യേക പ്രശ്നങ്ങളൊന്നും നമ്മളെല്ലാം ആർക്കും ഉണ്ടാവില്ല. അപ്പൊ അത് തന്നെ നമ്മളത് നോട്ടീസ് ചെയ്യാതെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 10-15 വർഷത്തിന് ശേഷമാണ് പിന്നെ ക്യാൻസർ ഒക്കെ ആയിട്ടത് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 9 മുതൽ 14 വയസ്സിന്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഈ വാക്സിൻ 2 ഡോസസ് മാത്രം മതി. അപ്പൊ അതിന്റെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര എഫക്റ്റീവ് ആണ് 9 to 14 ഇയേഴ്സിന്റെ ഉള്ളിൽ ഈ വാക്സിൻ എടുക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇമ്മ്യൂണിറ്റി വൈസ് പറയുകയാണെങ്കിൽ നമുക്കൊരു സുപ്പീരിയർ ഇമ്മ്യൂണിറ്റിയാണ് ഈ 9 to 14 ഇയേഴ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫിക്കസി അത്രയും നമുക്ക് കിട്ടുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 9 to 14 ഇയേഴ്സിലുള്ള കുട്ടികൾ പൊതുവെ സെക്ഷലി ലെസ് ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്സിൻ എടുക്കുന്നത് ഇതിന്റെ എഫിക്കസി കൂട്ടാൻ സഹായിക്കുന്നതാണ്. അതായത് ഒരു പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നതിന് ശേഷം നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോൾ അതിന്റെ എഫിക്കസി അത്ര തന്നെ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു 9 to 14 ഇയേഴ്സിൽ സെക്ഷലി ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ കൊടുക്കണം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കണമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇനി ഇത് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇത് 3 ടൈപ്പ് ഓഫ് വാക്സിൻസ് അവൈലബിൾ ആണ്: ബൈവാലന്റ്, ട്രൈവാലന്റ് ആൻഡ് 9 സ്ട്രെയിൻസ് ഉള്ള നാനോവാലന്റ്. അപ്പം ബൈവാലന്റ് എന്ന് പറയുന്നത് 2 സ്ട്രെയിൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ക്വാഡ്രിവാലന്റ് എന്ന് പറയുമ്പോൾ 4 സ്ട്രെയിൻസ്, 9 സ്ട്രെയിൻസ് കവർ ചെയ്യുന്നതാണ് HPV-9. ഇതിലെ HPV-9 എന്ന് പറയുന്നത് പുരുഷന്മാർക്കും കൊടുക്കാവുന്ന ഒരു വാക്സിൻ ആണ്. കാരണം പുരുഷന്മാരിലും ഇത് ഒരുപോലെ തന്നെ പെനൈൽ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഓറൽ ക്യാവിറ്റിയിലും ആനസിലും ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. നോർമലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 9 to 14 ഇയേഴ്സിലാണ് 2 ഡോസസ് മതി. ഒന്ന് 0th മന്തിലും പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസ്. 14 ഇയേഴ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിൽ 3 ഡോസസ് ആണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ 0 1 മന്ത് 6 മന്ത്, അല്ലെങ്കിൽ 0 2nd മന്ത് 6th മന്ത്. അങ്ങനെയാണ് ഈ ഷെഡ്യൂൾ വരുന്നത്. അത് ഓരോ വാക്സിൻസിനനുസരിച്ചിരിക്കും ആ ഷെഡ്യൂളിൽ വരുന്ന മാറ്റങ്ങൾ. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഓൾറെഡി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്ന കുട്ടികളോ ഓൾറെഡി എന്തെങ്കിലും അണ്ടർലൈൻ ഡിസീസസ്, അസുഖങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും 3 ഡോസസ് മിനിമം എടുത്തിരിക്കണം. ഇതിന്റെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്, കുട്ടികൾക്ക് TDAP എടുക്കാറുണ്ട് വാക്സിനേഷൻ, അതായത് 10 ഇയേഴ്സിൽ എടുക്കുന്ന TT. അതിന്റെ കൂടെ തന്നെ ഈ വാക്സിൻ അഡ്വൈസബിൾ ആണ്. സേഫ് ആണോ എന്ന് പല പാരന്റ്സും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും വളരെ സേഫ് ആയിട്ടുള്ള ഒരു വാക്സിൻ തന്നെയാണിത്. സാധാരണഗതിയിലുള്ള മറ്റ് വാക്സിനേഷൻ എടുക്കുമ്പോഴുള്ള സൈഡ് എഫക്റ്റ് പോലെ ചെറിയൊരു സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുള്ള പെയിനോ കാണപ്പെടാറുണ്ട്. ചില കുട്ടികളിൽ കാണുന്ന വേറൊരു സൈഡ് എഫക്റ്റ് ആണ്, കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു തലകറക്കം കാണാറുണ്ട്. അത് നമുക്കൊരു വാക്സിനേഷൻ എടുത്ത് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ അത് മാറിക്കോളും. അല്ലാതെ പ്രത്യേകിച്ചൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഈ വാക്സിൻ ഇല്ല. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഒരിക്കലും ഈ വാക്സിൻ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓൾറെഡി മുന്നേ ഈ ഒരു വാക്സിൻ റിലേറ്റഡ് ആയിട്ട് കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഈ വാക്സിൻ വീണ്ടും എടുക്കാൻ പാടില്ല. ബൂസ്റ്റർ ഡോസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് ഈ ഒരു ഷെഡ്യൂൾ മാത്രമേ ഉള്ളൂ, ബൂസ്റ്റർ ഡോസ് ഇല്ല. ചിലർ പറയാറുണ്ട് 45 വയസ്സിലുള്ള ആൾക്കാർക്കും ഈ വാക്സിൻ എടുക്കാം എന്നുള്ളത്. തീർച്ചയായിട്ടും എടുക്കാം. HPV-9 എന്ന് പറഞ്ഞ വാക്സിൻ 45 ഇയേഴ്സിലുള്ള ആളുകൾക്കും റെക്കമെൻഡഡ് ആണ്. അത് മെന്നിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്സിനാണ് HPV-9 എന്ന് പറയുന്ന വാക്സിൻ. അപ്പം 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഗേൾസ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് HPV വാക്സിൻ എന്ന് പറയുന്നത്.